നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ബെന്യാമിന്റെ എഴുതിയിട്ടുള്ള ആടുജീവിതം എന്നുള്ള മൂവി സ്റ്റോറി ആക്കിയിട്ട് കഥാപാത്രമാക്കിയിട്ടുള്ള ആടുജീവിതം എന്നുള്ള മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. അത് ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ മൂവി കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് ഭയങ്കര ത്രില്ലിലാണ്. കാരണം ഒരു സർവൈവൽ സ്റ്റോറി, ഒരു റിയൽ സ്റ്റോറി മൂവി ആയിട്ട് കാണാം. അത് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമായിട്ടല്ല, ആ ഒരു സ്റ്റോറി വായിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം ആ സ്റ്റോറിയിലുള്ള കണ്ടന്റും അല്ലെങ്കിൽ ആ സർവൈവലും കാര്യങ്ങൾ അതൊക്കെ ഒരു ചിത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത സമയവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നിപ്പോയിരുന്നു എന്തായിരിക്കും ഇത്രയും അതിൽ ഉണ്ടായിരുന്നതെന്ന്. പക്ഷെ ഈ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൃഥ്വിരാജ് ചുമ്മാ പറഞ്ഞതും കാര്യങ്ങളും ഒന്നുമല്ല, ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതിൽ ബ്ലസ്സിയുടെയും പൃഥ്വിരാജിന്റെയും ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സിനിമയെ വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫീലിനൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ കരയിപ്പിച്ചു പോകുന്ന രംഗങ്ങൾ പോലും ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെറും പാതി മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമയില് അതിന്റെ സർവൈവലിന്റെ പീക്കില് അല്ലെങ്കിൽ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. കാരണം ഏകദേശം 70 ദിവസത്തോളം ഇവര് ഒരു മരുഭൂമിയിൽ പെട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം കോവിഡ് സമയത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഒരു അത്രയധികം ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഞാൻ ഉറപ്പ് വരുന്നു ഈ ഒരു സിനിമയിൽ ആ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, ഗൂഗിളിന്റെ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഉള്ള ഗൂഗിളിനെയും അല്ലെങ്കിൽ ആ ഒരു സിനിമയിലുള്ള ഗൂഗിളിനെയും കണ്ടു നിങ്ങൾ പറയില്ല ഒരിക്കലും ആ ഒരു മനുഷ്യനാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും. തീർച്ചയായിട്ടും ഇതിൽ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കാര്യങ്ങളൊക്കെ, എ ആർ റഹ്മാന്റെ ആ ഒരു കഴിവ്, എന്തുകൊണ്ടാണ് എ ആർ റഹ്മാൻ എന്നൊരു ഇത്രയും വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ അതിൽ ചൂസ് ചെയ്യുന്നുള്ള കാര്യം അത്രയധികം നമുക്ക് ഫീലിംഗ് കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ആ ഒരു മൂവിയിൽ കഴിയുന്ന കാര്യങ്ങളാണ് എ ആർ റഹ്മാൻ. പ്രത്യേകിച്ച് അമല പോളിന്റെ ഇതും കാര്യങ്ങളാണ്, സൈനിന്റെ ഇതും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ ആ ഒരു സർവൈവലിന്റെ ഇതിൽ വരുമ്പോൾ ഇനിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും വരുന്നത് പറയാം. ഒരു പ്രത്യേകിച്ച് നമുക്ക് ഇല്ലാത്തൊരു ത്രില്ലിംഗ് ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് സ്റ്റോറി അറിയാം, പക്ഷെ ആ ഒരു സ്റ്റോറി ഒരു സിനിമയായിട്ട് മാറുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷനിൽ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതെന്ന് തീർച്ചയായിട്ടും പടം കണ്ടേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഫുൾ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ ആരും ഇത് തിയേറ്ററിൽ കണ്ടാൽ മാത്രം അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് പേർക്ക് ഇത് തിയേറ്ററിൽ കാണാൻ അല്ലെങ്കിൽ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്ന ഒരു പടമൊന്നും അല്ല. പക്ഷെ ഇരുന്നാൽ പോലും അത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ അനുഭവിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നജീബ് പോലും ആ ഒരു, അതായത് റിയൽ നജീബ് അല്ല, റിയൽ നജീബ് പോലും ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരഞ്ഞു പോകുന്ന സീനുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഈ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കാണുക. ഫുൾ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും സബ്സ്ക്രൈബ് വെച്ച് വെക്കുക. കൂടാതെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ വെച്ച് കഴിഞ്ഞാൽ ഫുൾ റിവ്യൂ ആയിട്ട് നമ്മൾ ഓൺ ആണ്.